ഞാനിന്നിവിടെ 2 ഗ്ലാസ് അരി കൊണ്ട് നമ്മളൊരു മന്തി കേട്ടോ. നമ്മൾ മന്തി പല സൈസ് മന്തികളുണ്ട്. അപ്പോൾ ഇത് ഞാൻ വേറൊരു മോഡൽ മന്തിയാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ട ചേരുവകൾ ഇത് 1/2 കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ. നമ്മൾ എല്ലുള്ള പീസും വെറും ഇറച്ചിയുള്ളതും ഒക്കെ പാടെ എല്ലാം വേണം കൂടിയിട്ടുള്ള ചിക്കനാണ് ഇതും. ഇതിലേക്ക് വേണ്ട ചേരുവകൾ: ഇഞ്ചി ഒരു പൊട്ട്, 4 പച്ചമുളക്. ഈ പച്ചമുളക് നമ്മളതിൽ ചോറിൽ കുത്തി വെക്കുള്ളൂ. വെളുത്ത ഉള്ളി ഒരു 5-8 ഇല്ലിയൊക്കെ ഉണ്ട്. 2 ഗ്ലാസ് അരി ആയതുകൊണ്ട് കുറച്ച് മതി. മാഗി ട്യൂബ് 2 എണ്ണം. ഇനി ഒന്നിട്ടാലും കുഴപ്പമില്ല, നല്ല ഇതിൻ്റെ മാഗി ട്യൂബിൻ്റെ രുചി വേണമെന്നുള്ളവർക്ക് 2 എണ്ണം ഇടാം. കുറച്ച് ചെറിയ ജീരകവും പച്ചമല്ലി കേട്ടോ, വളരെ കുറച്ചല്ലോ, ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം. അതിലും കുറച്ചാണ് നമ്മൾ മല്ലി എടുത്തിട്ടുള്ളത്. ഒരു തക്കാളി പേസ്റ്റ്, അതല്ലെങ്കിൽ 1 ടീസ്പൂണ് തക്കാളി പേസ്റ്റ് ഒഴിക്കുക. ഞാനിപ്പോൾ ഈ പേസ്റ്റിൻ്റെ പാക്ക് ഉള്ളതുകൊണ്ട് ഞാൻ പാക്ക് എടുത്തിട്ടുള്ളത്. പിന്നെ പട്ട ചെറിയ 2 പൊട്ട്, 2 ഏല, ഒരു 4 കറാമ്പൂവ്. ഇത്രയും ചേരുവകളാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊരു വേറെ മോഡൽ ഒരു മന്തിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ അരി ഒന്ന് കുതിർത്തി തിളപ്പിച്ച് വിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യാതല്ലെങ്കിൽ നമുക്ക് തിളപ്പിച്ച് വിട്ടിയാൽ അങ്ങനെയും മതി കേട്ടോ. എങ്ങനെ ആ താല്പര്യം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ നമ്മൾ ഈ ചിക്കന് മസാലയൊക്കെ തേച്ച് പൊരിച്ചെടുക്കാൻ പോവാണ്. പൊരിച്ചിട്ടാണ് ഇത് ഈ മന്തി നമ്മൾ ദമ്മിടുന്നത് കേട്ടോ. ചതച്ച് വെച്ച് ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, മുളക് പൊടി 1 ടീസ്പൂണ്, വലിയ ജീരകം 1/4 ടീസ്പൂണ്, 1/4 ടീസ്പൂണ് കുരുമുളക്. ഇത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ ഈ മാഗി ട്യൂബിൽ നിന്ന് പകുതി, 1ൻ്റെ പകുതി ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഈ പൊരിക്കണ ചിക്കൻ പൊരിക്കണയിൽ ഉപ്പ് ആവശ്യത്തിന് നമ്മൾ മാഗി ട്യൂബിൽ പാകത്ത് ഉപ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് നമ്മൾ ഇനി ചിക്കൻ ഇതിൽ കുഴച്ച് വെക്കണം കേട്ടോ. ചിക്കനൊക്കെ നമ്മൾ കുഴച്ച് വെക്കാൻ പോവാണ്. നല്ലപോലെ കുഴച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമ്മൾ പൊരിച്ചെടുത്താൽ മതി കേട്ടോ. നമ്മൾ കുറച്ച് ആ വെളുത്തുള്ളി പിന്നെ ഇഞ്ചിയൊക്കെ ചതച്ച പേസ്റ്റ് നമ്മൾ കുറച്ച് വെച്ചിട്ട് ഇതിൽ ചേർത്തിയിട്ടുള്ളൂ. ബാക്കി നമുക്ക് ചോറ് ദമ്മിടുമ്പോൾ ഇടാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിൽ തന്നെ ഉണ്ട് അത്യാവശ്യം മസാല. നമ്മൾ കുറച്ച് ചോറ് വെക്കണുള്ളൂ. ഞങ്ങൾ 3 പേരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിനുള്ള കുറച്ച് ചോറാണ് വെക്കുന്നത്. അപ്പോൾ കുറച്ച് ചിക്കനും ഈ ചിക്കനൊക്കെ പൊരിച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അപ്സരി തിളപ്പിച്ചൂറ്റാനായി വെള്ളം അടുപ്പത്ത് വെക്കട്ടോ. അത് ഗ്യാസിൽ വേണ്ടവർക്ക് ഗ്യാസിൽ വെക്കാം. ഞാൻ അടുപ്പത്താണ് വെക്കുന്നത്. ഇത് നമ്മൾ ഒരു പാകത്തെ മുരിച്ചിലൊക്കെ വേണം ഈ ചിക്കന്. ഇതിപ്പോൾ നമുക്ക് കൂടുതൽ വെക്കേണ്ടവർക്ക് കൂടുതൽ ചിക്കനും കൂടുതൽ അരിയൊക്കെ എടുക്കട്ടോ. ഞങ്ങളിപ്പോൾ 2-3 ആളായിട്ട് ഞാൻ കുറച്ച് ചിക്കനുള്ള എടുത്തിട്ട് ആവശ്യമുള്ളവർക്ക് അതിന് ആളുകൾ കൂടുതലുള്ളതിനനുസരിച്ച് ചേരുവകൾ കൂട്ടേണ്ടതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതേ വെളിച്ചെണ്ണയിലാണ്, നമ്മളെ വീട്ടിൽ ആട്ടിക്കൊടുന്ന വെളിച്ചെണ്ണയിലാണ് വെക്കുന്നത്. നമുക്കിത് എല്ലാവരും വെറും സൺഫ്ലവർ ഓയിലിൽ മാത്രമാണ് വെക്കാൻ പറ്റുന്നത് എന്ന് വിചാരിക്കേണ്ട. നമ്മൾ വെളിച്ചെണ്ണയിൽ വെച്ചാലും ടേസ്റ്റ് ഉണ്ടാവും. എല്ലാ എണ്ണയിലും വെളിച്ചെണ്ണയിലും സൺഫ്ലവർ ഓയിലൊക്കെ വെക്കാം. നമുക്ക് ഇവിടെ വീട്ടിലുള്ള ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടാണ് ഇത് ഇപ്പോൾ ഉണ്ടാക്കുന്നത് കേട്ടോ. എണ്ണ മാറി എന്ന് കരുതി നമുക്ക് ടേസ്റ്റിനൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. ഇത് നമ്മൾ ഈ ചിക്കൻ്റെ ഈ മസാലകളുടെയൊക്കെ ടേസ്റ്റ് അതിൽ നല്ലപോലെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മൾ ഒരുപാട് മന്തികൾ എല്ലാവരും വെക്കുന്നതാണ്.
എല്ലാ ഭാഗവും നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 2 ഭാഗവും ഒരേപോലെ വേവായിക്കോട്ടെ. ഇതിന് നമ്മൾ കുറേ സമയമൊന്നും ദമ്മിലിടൂല. ഈ ചോറെല്ലാം നമ്മൾ വെള്ളത്തിൽ ഉപ്പിട്ട് തിളപ്പിച്ചൂറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് ദമ്മിടാൻ പോവാണ്. ഞാൻ ഈ ചെമ്പിലാണ് ദമ്മിടുന്നത്. അപ്പോൾ നമ്മൾ ഈ പേസ്റ്റ് ഉണ്ടല്ലോ, വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ച് വെച്ച പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മാഗി ട്യൂബ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ 2 മാഗി ട്യൂബ് ഇത് നമ്മൾ പൊടിക്കണം കേട്ടോ. നല്ലപോലെ ഒന്നിങ്ങനെ ഞൗണ്ടി ഇങ്ങനെ പൊടിച്ചെടുക്കണം. പിന്നെ നമ്മൾ എടുത്ത് വെച്ച ഇല, പട്ട, പൂവ്, ഈ മല്ലി, ഈ ചെറിയ ജീരകം ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ തക്കാളിൻ്റെ സോസ് ഇത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കൂടുതൽ തക്കാളിയുടെ രുചി വേണമെന്നുള്ളവർക്ക് കൂടുതൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ഈ പൊരിച്ച് വെച്ച ഈ ചിക്കൻ ഇതിൽ കണ്ടോ അത്യാവശ്യം എണ്ണയൊക്കെ ഉണ്ട് കേട്ടോ. ഈ എണ്ണയൊക്കെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. നമുക്ക് നമ്മൾ ഈ ചോറിലേക്കൊക്കെ എണ്ണ വേണം. അപ്പോൾ സൺഫ്ലവർ ഓയിൽ താല്പര്യമുള്ള അങ്ങനെ വെക്കാം. വെളിച്ചെണ്ണ, ആട്ടിയ വെളിച്ചെണ്ണ ഉള്ളവരാണെങ്കിൽ അതിൽ വെക്കാം. എങ്ങനെയും വേവിച്ചാൽ ഇതൊന്നിങ്ങനെ കുഴച്ചെടുക്കാൻ പോവാണ്. ഈ മസാലയൊക്കെ എല്ലാത്തിലും ഈ മസാലയൊക്കെ നമുക്ക് ഈ ചിക്കനിലൊക്കെ പിടിച്ചാണ്ട്. അപ്പോൾ ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ചട്ടങ്ങ വെച്ച് ചെയ്താൽ ഈ മാഗി ട്യൂബൊന്നും ഇതിൽ ശരിക്കും അലിയൂല. അപ്പോൾ ഇനി കട്ടായി കിടക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. എണ്ണ ആവശ്യമുള്ളവർക്ക് കൂടുതൽ എണ്ണയുടെ ടേസ്റ്റ് രുചി ഒക്കെ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ഒഴിച്ച് കൊടുക്കുക. നമുക്കിപ്പോൾ അധികം വേണ്ടാത്തതുകൊണ്ട് ഞാൻ അധികം ഒന്നും ഒഴിച്ചിട്ടില്ല. ഇനി നമ്മൾ ഈ തിളപ്പിച്ച് ഊറ്റിയ ഈ ചോറുണ്ടല്ലോ, ഇത് മുഴുവനായി ഇട്ട് കൊടുക്കാൻ പോവാം കേട്ടോ. എല്ലാ ചിക്കനും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണ എല്ലാം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ അത്യാവശ്യം 2 ഗ്ലാസ് അരി കേട്ടോ. അതിലേക്കുള്ള എണ്ണ ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നമ്മളിനി ഈ ചോറ് ഫുള്ള് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ വേറൊന്നും ചെയ്യണില്ല. ഫുള്ള് ചോറ് ഇതിൽ ദമ്മാക്കി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഇത് ദമ്മ് വാങ്ങി വെച്ചിട്ടാണ് ഇതെല്ലാം ഇളക്കി കൊടുക്കുന്നത്. നമ്മൾ എല്ലാ ചോറും ഇതിലേക്ക് ദമ്മിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് അടുപ്പത്ത് ദമ്മിലിങ്ങനെ വെക്കാൻ പോവുകയാണ്. ഇത് അധികം സമയമൊന്നും വേണ്ട. ഒരു അരമണിക്കൂർ അതല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് എന്തായാലും വെക്കണം. എന്നാലുള്ള ഈ ചിക്കനും ഈ ഇതൊക്കെ നമുക്ക് ഒന്ന് സെറ്റായി കണ്ട മസാലയൊക്കെ അതിൽ പിടിച്ചിട്ട് സെറ്റാവുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ എടുത്ത് വെച്ച ഈ പച്ചമുളക് ഉണ്ടല്ലോ, ഇത് നമ്മൾ ഇതിലിങ്ങനെ കുത്തി കൊടുക്കാൻ പോവുകയാണ്. ഇങ്ങനെ കുത്തിയാൽ ഇതിൻ്റെ ഈ രുചിയും എരിവൊക്കെ അത് ആ ചോറിലേക്ക് ഇറങ്ങും. കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇത് നമ്മൾ ഈ പുകയൊന്നുമിടാത്ത ചോറാണ്. ഇത് നമ്മൾ ദമ്മിട്ട് വാങ്ങി വെച്ചതിന് ശേഷം നല്ലപോലെ ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റും കൂടി അവിടെ വെച്ച് കൊടുക്കണം കേട്ടോ. നമ്മളൊരു മൂടി കൊണ്ട് കറക്റ്റ് ഒരു മൂടി വെച്ചങ്ങാണ്ട് നമ്മളിത് മൂടി ദമ്മിടാൻ പോവാണ്. ഇനി നമ്മൾ ഇതിൻ്റെ അടുപ്പത്ത് കൊണ്ടുപോയി വെക്കാൻ പോവാണ് കേട്ടോ. നമുക്ക് ഗ്യാസിൽ വെക്കാം, സിമ്മിലിട്ട്. അതല്ലെങ്കിൽ അടുപ്പിൽ ഞാനിപ്പോൾ ചോറ് അരിയൊക്കെ അടുപ്പത്താണ് തിളപ്പിച്ചൂറ്റിയത്. അപ്പോൾ അതിൻ്റെ കണലുണ്ട്, അതുകൊണ്ട് ഞാൻ അടുപ്പത്താണ് വെക്കാൻ പോകുന്നത്. ഞാൻ ആ മൂടി ഒന്ന് മാറ്റി വേറെ മൂടി വെച്ചേക്കാണ്. ഞാൻ ഇങ്ങനെ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കണലിൽ ഇങ്ങനെ വെച്ചേക്കാണ്. തീയൊന്നും കത്തിക്കണ്ട കേട്ടോ. ആ ചൂടിൽ ഇങ്ങനെ കിടന്നാൽ മതി. തീയൊന്നും കത്തിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആ തീ ഓഫാക്കാൻ പോവാണ്. അതവിടെ ഒരു ചെറിയ വിറക് കത്തുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ദമ്മിട്ടിട്ട് നമ്മളിങ്ങനെ തിളപ്പിച്ച് ഊറ്റിയ കഞ്ഞിവെള്ളം ഉണ്ടാവും. അത് നമ്മളിങ്ങനെ ദമ്മ് വെക്കുന്നത് നല്ലതാണ്. മേലെ നിന്നുള്ള ചൂടും കൂടി ആ ചോറിലേക്ക് ഇറങ്ങി ചെല്ലും. അപ്പോൾ അതിങ്ങനെ വെക്കുന്നത് നല്ലതാണ്. കുറച്ച് കണലുള്ളൂ, കുറേ കണലൊന്നുമില്ല, കുറച്ച് കണലുള്ളൂ. ആ കണലിൻ്റെ ചൂടിൽ ഇങ്ങനെ കിടന്നാൽ മതി കേട്ടോ. ഒരു 15 മിനിറ്റ് നമ്മൾ വെച്ചതിന് ശേഷം ഇത് മൂടി മാറ്റിയിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റും കൂടി വെക്കണം കേട്ടോ. നമ്മളെ ചോറിൻ്റെ മൂടിയൊക്കെ എടുത്ത് നമ്മൾ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാൻ പോവുകയാണ്. എന്നിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് സമയം കൂടി നമ്മളവിടെ ഒന്ന്
അമർത്തി എല്ലാ ഭാഗവും ക്ലിയറാക്കി ഒരു 5 മിനിറ്റും കൂടി വെക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ചേരുവകളൊക്കെ അതിൽ സെറ്റായി പിടിക്കും. നമ്മളിതൊന്ന് കുടഞ്ഞെടുത്താൽ മതി, കുടഞ്ഞിട്ട് ഇളക്കിയാൽ മതി. മറ്റേ ചെറിയ ചെമ്പട്ടി ആയതുകൊണ്ട് നമ്മൾ നല്ലപോലെ ഇളക്കിയിട്ടുണ്ട്. നല്ലപോലെ ഇളക്കിയിട്ട് നമ്മൾ ഇതൊന്ന് കുറച്ച് സമയം ഒരു 5 മിനിറ്റെങ്കിലും ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റായ ഒരു മന്തി കഴിക്കാം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ചിക്കൻ ഫ്രൈയോ അതല്ലെങ്കിൽ ഗ്രേവിയോ എന്ത് വേണമെങ്കിലും കഴിക്കാം. അതല്ലെങ്കിൽ ഇത് മാത്രം കഴിച്ചാലും മതി. ഇത് പൊരിച്ച് നമ്മൾ ചിക്കൻ ഇട്ടുകൊണ്ട് ഇതിൽ ചിക്കൻ എത്രത്തോളം ഇടുന്നുണ്ടോ അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും. ഞങ്ങൾ കുറച്ച് ആളുകളായതുകൊണ്ട് ഞാൻ കുറച്ചിട്ടിട്ടുള്ളൂ. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിലേക്ക് ഞാനൊരു തക്കാളി സോസാണ് ഉണ്ടാക്കുന്നത്. അതിന് തക്കാളി, മല്ലിച്ചപ്പ്, പച്ചമുളക് ഇത്രയും ചേരുവകളാണ്. കുറച്ച് സുറുക്കയും ഒഴിച്ച് ഉപ്പും ആവശ്യത്തിനിട്ട് ഞാനൊരു സോസ് വളരെ കുറച്ച് സുറുക്ക നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊരു പുളിക്ക് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളത് മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുക്കുക. നല്ല ടേസ്റ്റായ ഒരു തക്കാളി ചമ്മന്തി റെഡി. നല്ല ടേസ്റ്റായ ഒരു മന്തി നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്, തക്കാളി സോസും. അപ്പോൾ എല്ലാവരും ഇതുപോലെ നിങ്ങളെല്ലാവരും മന്തി ഉണ്ടാക്കുന്നവരാണ്. ഇതുപോലെ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. പല സൈസിലുള്ള മന്തികളുമുണ്ട്. ഇത് നമുക്ക് ഈ ചിക്കനും കൂട്ടി നല്ല ടേസ്റ്റോടെ കഴിക്കാം. ഇതിക്ക് വേറെ ചിക്കൻ ഫ്രൈൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ.